നമ്മളിപ്പോൾ തമിഴ്നാട് തേനിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കണ്ട മനോഹരമായ ഈ സ്ഥലത്ത് നമ്മൾ വന്നത് മഴയും ഭയങ്കരമായ ബുദ്ധിമുട്ടിയും അവസാനം ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ മീൻ കറി പുളിയിട്ട കുടംപുളിയിട്ട കറിയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ മീനിന് കുടംപുളിയിട്ട് വെക്കാൻ പോവുകയാണ്. ചട്ടി വെക്കാൻ പോകും. ചട്ടി ഒന്ന് ചൂടായി വരും. നമ്മൾ മീൻ പുളിയിട്ടതിന് വേണ്ടി ചട്ടി വെക്കുകയാണ്. ചട്ടി ചൂടാവും. അപ്പം ചട്ടി വെച്ച് നമ്മൾ ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുകയാണ്. ഇപ്പം തണുപ്പായതുകൊണ്ട് എണ്ണയെല്ലാം ഭയങ്കര കട്ടിയാണ്. തണുത്ത സ്ഥലമല്ലേ. അപ്പം എണ്ണ ചൂടായി നമുക്ക് മീൻകറിയായിട്ട് നമുക്ക് കുറച്ച് ഉലുവ പൊട്ടിക്കാം. ഇതിനൊക്കെ നല്ല മഴയാണ്. ഇവിടെ വെളിയിൽ കുക്ക് ചെയ്യുന്ന സാധനമുണ്ട്. ഇപ്പോൾ ഇതിനകത്തായി അപ്പോൾ ഉലുവ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ കറിയില്ല. കടവൊന്ന് പൊട്ടു. അത് പൊട്ടുന്ന സൗണ്ട് കേൾക്കണം. അപ്പോഴേ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകാൻ പറ്റും. ഏകദേശം കടു ഏകദേശം പൊട്ടി. ഇത് നമുക്കടുത്ത് ചെറിയ ഉള്ളി ഇടുകണേ. ചെറിയ ഉള്ളി ഇടുകയാണ്. ചെറിയ ഉള്ളി ഇത് ജസ്റ്റ് മൂക്കണം. ചെറിയ ഉള്ളി മൂക്കാതെ നല്ല വെളിയിൽ നല്ല തണുത്ത് സമയമുണ്ട്. നമ്മളെ മീനും നമ്മളെ കപ്പയെല്ലാം റെഡിയായിട്ട് വരുമ്പോൾ നമ്മൾ 4 പേരുണ്ട്. എല്ലാവരും പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ശരിയായി വരട്ടെ. ഇനി അടുത്ത കുറച്ച് ഇഞ്ചി ശേഷം ഒരു പിടിക്കും വെളുത്തുള്ളി അപ്പം നമ്മൾ കുറച്ച് ലേശം പച്ചവെള്ളം, എരിയുള്ള പച്ചവെള്ളമാണ്. അതുകൊണ്ടാണ് കുറച്ച് ഒരു കുരുമുളക് ചേർക്കമുണ്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഏകദേശമായി അടുത്ത ചേരുവ ചേർക്കാൻ പോവുകയാണ്. അടുത്ത ചേരുവ എന്ന് പറയുമ്പോൾ കാശ്മീരി ചില്ലി ജസ്റ്റ് ഒന്ന് ഈ നമ്മളെ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് ചെറുതൊന്ന് പച്ചച്ചവ മാറുന്നു. ഒരു മൂക്കണം. മൂത്താൽ അതിനൊരു ടേസ്റ്റുള്ള ഒരു ഭംഗിയുള്ള കാണും. നമ്മളെ കളർ മാറിക്കുന്നത് ജസ്റ്റ് എണ്ണയിലൊന്ന് മൂക്കണ്ട്. കാശ്മീരി ഒരുപാട് തീ കൂട്ടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞ് കാശ്മീരി ചില്ലി കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെയിൻ സാധനത്തിൽ അതിൻ്റെ ടേസ്റ്റേ മീനിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ ഏകദേശമായി ഈ 3 സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ കളർ മാറി വേറെ കളറിലോട്ട് പോകും. ടേസ്റ്റ് മാറും. ഇത് നമുക്കടുത്ത നമ്മളെ തക്കാളി പേസ്റ്റ്, ഒരു കിലോ തക്കാളിയുടെ പേസ്റ്റാണ്. 1 കിലോ തക്കാളി പേസ്റ്റ്. കുറച്ച് വറ്റണം. വറ്റി പച്ചച്ചവ മാറണം. തക്കാളി കുറച്ച് സമയം എടുക്കും. അതിനുശേഷം നമുക്ക് കുടംപുളി ചേർക്കാൻ പറ്റും. കുടംപുളിയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇത് പുളിവെള്ളമോടെ ചേർത്ത് അടച്ചു കുറച്ചതിൽ ഇട്ടിട്ട് ഒന്ന് സെറ്റായ ശേഷം മാത്രമേ മീൻ നമുക്ക് ഇതിൽ ഇടാൻ പറ്റുള്ളൂ. കാര്യം പുളിവെള്ളം കുറച്ച് കുടംപുളിയിട്ട വെള്ളമുണ്ട്. പുളിവെള്ളവും ഒരു 3 പുളി ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ തക്കാളിയും പുളിയാണ്. പുളിയും കൂടെ പുളിയായി കഴിഞ്ഞാൽ ഭയങ്കര പുളിയായി പോകും. അതുകൊണ്ട് വേണമെങ്കിൽ നോക്കിയിട്ടിടാൻ ഉണ്ടാവും. അപ്പോൾ അത് തിളച്ച് വറ്റതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വറ്റിയതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് മീൻ ചേർക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ
പെട്ടെന്ന് ഒരു മീൻ അങ്ങനത്തെ ഒരു മീനാണ്, നല്ല ടേസ്റ്റ് വന്നു. തിള വന്നിട്ടുണ്ട്, കുറച്ച് നേരം ഒന്നും കളച്ചില്ല. നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളക് കൂടെ ഇടാം. കുറച്ച് കുരുമുളക്, ഇതിനോടെ തന്നെ കുറച്ച് കരിയേപ്പില നമുക്ക് വേണം. മീൻ കറിയുണ്ട്, ഞാൻ നേരത്തെ ഇടാത്തേ. നാടൻ കരിയപ്പിലാണ് ഈ പറമ്പിൽ നിന്ന് കുറച്ച് വലിയ കരിയപ്പില. ഇനി ഒരു തിള തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ എടുത്തായിരുന്നു. തിള വന്ന് കൈപ്പൊള്ളി. ഇനി നമുക്ക് മീനിടാൻ മീനിടാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ മുറിലിട്ട് ഇളക്കാൻ പാടില്ല എന്നാണ് പഴയ അമ്മച്ചിമാർ പറയുന്നത്. ഇഷ്ടമൊന്നും മറക്കുക. മുങ്ങി കിടന്നു. അപ്പോൾ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഏകദേശം ചെന്നൊക്കെ നെയ് പരുവമാണ്. ചട്ടി കരിയപ്പില ഇട്ട് ഒന്ന് അടച്ച് തീ കുറച്ച് അടച്ചു വയ്ക്കും. കൂടി ഇറങ്ങി നല്ല സെറ്റാണ്. ഇത് കഴിഞ്ഞാൽ സെറ്റ് സൂപ്പറായിരിക്കും. സൂപ്പർ സാധനമുണ്ട്. അപ്പോൾ നമ്മളെ കപ്പ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ പാൽ കപ്പയാണ്, ഭയങ്കര അടിപൊളി കപ്പയാണ്. അതാ 1-ാം മൈലിൽ നമ്മൾ ചേച്ചിയുടെ കടയിൽ നിന്ന് മാറ്റിയ കപ്പയാണ്. ഇവിടെ ഏതായാലും വീട്ടിൽ ഇവിടെ വയ്ക്കുക, അല്ലാതെ വേറെ നിവർത്തിയില്ല. സാധനങ്ങൾ നമുക്കില്ല. നമ്മളെ സുഹൃത്തുക്കളെല്ലാം കഴിക്കാൻ റെഡിയായി നിൽക്കുന്നത്. കാര്യം ഞങ്ങളെല്ലാം ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. ഇത് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. മഴ നോക്കണ്ട, ഭയങ്കര മഴ. സൗണ്ട് കണ്ട, ഭയങ്കര മഴ. ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷെ എന്തായാലും ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ 5 സുഹൃത്തുക്കളാണ് നിൽക്കുന്നത് ഈ വീഡിയോയിൽ. പിന്നെ ഉണ്ടാക്കിയ ഫുഡൊന്നും തികയില്ല. എൻ്റെ അടിയന്മാരെല്ലാം അടിച്ച് കയറ്റുകയാണ്. ഇവിടെ നമ്മൾ തീർത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഈ ഫുഡ് തീർക്കാതെ അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. കാര്യം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് കുമിളി വരെ പോകണം. കുമിളിയിലാണ് ഹാൾട്ട് ചെയ്യേണ്ടത്. ഞങ്ങൾ ഹാൾട്ട് ചെയ്യുന്നത് കുമിളിയിലാണ്. അപ്പം ഈ ഫുഡ് ഇപ്പം ഞാൻ കപ്പ കഴിഞ്ഞ് എനിക്ക് അടുത്ത മീൻ തൊട്ടം തിരിപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ പിടിത്തപ്പം ഇപ്പോഴത്തെ പിടുത്തം ഭയങ്കരമായ പിടുത്തമായിരിക്കും. എന്നുവെച്ചാൽ മീൻകറിയും കപ്പയാണ്. ഈ സാധനം എന്ന് പറയുന്നത് മീനിൻ്റെ പുളിയിട്ട കറിയാണ്. ഇതും ഈ കപ്പയും കൂടെ ഭയങ്കര സെറ്റപ്പായിരിക്കും. ഞാൻ എന്തായാലും ഇതൊക്കെ മുകളിലോട്ട് ഒഴിക്കത്താ. നിങ്ങളെല്ലാവരും പറയും ഒഴിക്കത്താ. അപ്പം എന്താ ഒഴിക്കുകയാണ്. അതാ സെറ്റാണ്, സെറ്റാണ്. ഇത് ഞങ്ങൾ കഴിച്ച് തീർത്തിട്ട് അവിടെ നിന്ന് പോവുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് ചാറൊഴി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന് വേണ്ടി ചാറൊഴിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കളെല്ലാം കഴിക്കാൻ റെഡിയായി നിൽക്കുന്നത്. ഇവിടെ ഒന്നാമത് കാറിലില്ല, 4-5 മൊബൈലിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. എന്തെങ്കിലും ചെറിയ അത്ര ക്ലിയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പോയേ പറ്റൂ. ഇത് കഴിച്ച് തീർത്ത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കയറി അങ്ങ് പോകണം, സമയമില്ല. അതിനുവേണ്ടി ഫാസ്റ്റായിട്ട് എടുത്തിയാണ്, വേറെ ഒന്നും വിചാരിക്കല്. കപ്പയും ലേശം മീനും മുള്ളുണ്ടോന്ന് അറിഞ്ഞൂടാ, അണ്ണാക്കി കയറി പോകുന്ന അറിഞ്ഞൂടാ. അമ്മോ സൂപ്പർ പച്ചമരെ വരൂ കഴിക്കാം. എന്റെ സുഹൃത്ത് ചൈന റെഡിയായി നിൽക്കുകയാണ്. അവന് ഞാൻ തന്നെ വാരി വെച്ചു കൊടുക്കണം. കഴിയറിയാ എന്റെ വിരൽ വരാൻ മതി. ഹലോ, നിനക്ക് എരി ഇഷ്ടമല്ലോ, ചൈനക്കാരനല്ലേ? കൊള്ളാമല്ലോ. ആ കഴി. അഭിപ്രായം വേറെ ഒന്നും പറയാനില്ല. എരിവില്ലാണ്, പുളിയുണ്ട്. പുളിക്കറിക്ക് പുളിയാണ് കളിയാ, നല്ലോണം പുളി കുടിച്ചിട്ടുണ്ട്. ആ വേറെ സൂപ്പർ. ഓക്കെ, എല്ലാരും വരും. ഇനി 4-5 പേരുണ്ട്. ഇപ്പൊ തെറിയില്ല ഇവിടെ. വരും കമാൻ. ഞങ്ങൾ നേരെ ഇത് കഴിച്ചിട്ട് നേരെ കുമ്പിളിയിലേക്ക് പോകണം. അടുത്ത വീഡിയോ അവിടെ കാണാം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ.